മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എനിക്ക് ഒരു ക്ഷേത്രത്തിലെ പ്രഭാഷണം നടത്താൻ വരണമെന്ന് പറഞ്ഞ് ശ്രീജിത്ത് കെ നായർ എന്നൊരു വ്യക്തി കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നീലേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് അയച്ചൊരു കത്താണ്. ഈ കത്ത് എനിക്ക് ധന്യമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ സാറിന് 2004 മുതൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാനും അവയിലെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അവസരം ലഭിച്ചു. ഭാരതീയ വിചാരധാരയെക്കുറിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന അങ്ങയുടെ വാക്കുകൾ ഞങ്ങളിൽ ആവേശവും അഭിമാനവും ഉണർത്തിയിട്ടുണ്ട്. ഒപ്പം അനാചാരങ്ങളെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കാൻ അങ്ങ് മടി കാണിക്കാറില്ല. സപ്താഹങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ചുള്ള അങ്ങയുടെ വാക്കുകൾ ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ഭാഗവത സത്രം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രഥമ സത്രം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാനും മുഖ്യ പ്രഭാഷണം നടത്തുവാനും അങ്ങല്ലാതെ മറ്റൊരാൾ ഞങ്ങളുടെ ചിന്തയിൽ വന്നില്ല. 2017 ജനുവരി 22 കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നീലേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സമ്മതമറിയിച്ച അങ്ങയോട് നിസ്സീമമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു നാട് മുഴുവൻ അങ്ങയുടെ വാക്കുകൾക്കായി കാത്തിരിക്കുന്നു. ബഹുമാനപൂർവം ശ്രീജിത്ത് കെ നായർ, സത്ര സംയോജകൻ, നീലേശ്വരം ഭാഗവത സത്രം. ഫോൺ നമ്പർ. അഭിമാനമോ ആഹ്ലാദമോ സംതൃപ്തിയോ എന്തെല്ലാമോ തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം. കഥകൾ കേട്ട്, അനുഭവങ്ങൾ കേട്ട്, ഉപദേശങ്ങൾ കേട്ട്, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേട്ട് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണം. സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഭാരതത്തിലെ അനവധി ആചാര്യന്മാർ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ, 42,000-ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിൽ നവീകരിക്കപ്പെട്ട് ധന്യമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള പൈതൃകത്തിൻ്റെ ഏറ്റവും മഹത്തായ ആത്മീയ ഭൗതിക സംഭാവന നൽകുന്ന ക്ഷേത്രങ്ങളിൽ വൃത്തികേടുകളുടെയും അഴുക്ക് ചാലുകളുടെയും കത്തുന്ന തിരിയിൽ നിന്ന് വരുന്ന ചവനപ്രാശം പോലെയുള്ള കരിഞ്ഞ എണ്ണയുടെയും എല്ലാം അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു ദൃശ്യമായിട്ട് ക്ഷേത്രങ്ങൾ മാറാതെ ഭാഗവത സത്രങ്ങളും രാമായണ പ്രവചനങ്ങളുമെല്ലാം ഉച്ചയ്ക്ക് അന്നദാനത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റാതെ ആഡംബരത്തോടുകൂടി കാണിച്ചു കൂട്ടുന്ന കുറെ ചടങ്ങുകളാണ് ഉത്സവങ്ങൾ എന്ന് ധരിക്കാതെ കോടിക്കണക്കിന് രൂപ പൊട്ടിച്ച് അന്തരീക്ഷ മലിനീകരണത്തിനുള്ള വെടിക്കെട്ട് കാണാനും കാണിക്കാനുമുള്ള വേദിയാക്കി മാറ്റാതെ ബാർബർ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ചായക്കടയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, വില്ലേജ് ഓഫീസിൽ ചെന്ന് നേടേണ്ട കാര്യങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, പഞ്ചായത്ത് ഓഫീസിന് ഒരു ലക്ഷ്യമുണ്ട്, KSRTC വണ്ടി ഒരു ലക്ഷ്യമുണ്ട്, മാർക്കറ്റിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തിലെ എല്ലാ എയർപോർട്ട്, ബസ് സ്റ്റാൻഡ് എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഏത് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ആശുപത്രിക്ക് ഒരു ലക്ഷ്യമുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ആരും വെജിറ്റബിൾ ചോദിക്കാറില്ല, കാരണം മെഡിക്കൽ ഷോപ്പിന്റെ ലക്ഷ്യം വേറെയാണ്. സ്കൂട്ടർ വർക്ക്ഷോപ്പ്, അവിടെ ആ സ്ഥാപനത്തിനൊരു ലക്ഷ്യമുണ്ട്. അതേപോലെ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾക്ക് ഉജ്ജ്വലമായിട്ടുള്ള ലക്ഷ്യവും മാർഗവും വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ നിന്ന് ചിലരുടെ വ്യക്തി താല്പര്യമോ രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള മറ്റെല്ലാ താല്പര്യങ്ങളോ സംരക്ഷിക്കപ്പെടാനും നിറവേറ്റാനും വേണ്ടി
ആ ലക്ഷ്യം മാറ്റി അവിടെ ബ്രേക്ക് ഡാൻസും വിഭവസമൃദ്ധമായ സദ്യയും മിണ്ടാപ്രാണികളായ ആനകളെ കൂച്ചുവിലങ്ങിട്ട് എഴുന്നള്ളിക്കലും അതേപോലെ തന്ത്രിയുടെയോ പൂജാരിയുടെയോ ഇഷ്ടത്തിനനുസരിച്ച് പലതും വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനം നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് തെറ്റുകൾ ഇന്നലെ വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും ഇനി മുതൽക്ക് നന്മ നിറഞ്ഞ രീതിയിൽ പോകാനും സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇതേപോലെയുള്ള കത്തുകൾ. ആ കത്തുകളുടെ ഗ്രാമർ തെറ്റില്ലായ്മ, അക്ഷരത്തെറ്റില്ലായ്മ, വടിവത്ത ഭംഗിയായിട്ടുള്ള എഴുത്ത്, വാക്കുകളുടെ പ്രയോഗം, ഇതെല്ലാം ഗോപാലകൃഷ്ണൻ എന്ന എനിക്ക് ആവേശം തരുന്നതോ സന്തോഷം തരുന്നതോ ആണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഒരു ക്ഷേത്ര സമിതിയുടെ കാഴ്ചപ്പാട് അത്ര ധന്യമായിട്ട് പ്രകടിപ്പിക്കുന്നു. ഒരു നാട് മുഴുവനും അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന പദപ്രയോഗം നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ വാട്സപ്പിലൂടെ, ഇന്നലെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഇന്നലെ PRS ഹോസ്പിറ്റലിൽ പോയപ്പോൾ പർദ്ദയിട്ട ഒരു മുസ്ലിം സ്ത്രീ, ഒരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ കണ്ട് ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ധാരാളം പർദ്ദയിട്ട സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ദൂരെ മാറി നിൽക്കുമ്പോൾ അവരടുത്ത് വന്ന് പറഞ്ഞു, സാറ് ഭഗവത്ഗീത പറയുന്നതും സാറ് നൽകുന്ന ഉപദേശങ്ങളും എൻ്റെ വീട്ടില് നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് സാറേ. എൻ്റെ വീട് ഇത്രയും മാറിയത് സാറ് കാരനാണ്. ഗോപാലകൃഷ്ണൻ സാറല്ലേ, സാറിനെ ഞങ്ങൾ ആരും മറക്കില്ല. എൻ്റെ കെട്ടിയോനും മറക്കില്ല, എൻ്റെ മക്കളും മറക്കില്ല, എൻ്റെ ഉപ്പായും മറക്കില്ല, ഉമ്മായും മറക്കില്ല. സാറ് വൈകുന്നേരം ഭഗവത്ഗീത പറയുന്നത് എല്ലാ മതക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലാണ് സാറ് പറയുന്നേ. കുറേ നേരം അവരും അവരുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. അവരും ഈ സ്ത്രീ പറയുന്നത് ബഹുമാനത്തോടുകൂടി കേൾക്കുകയും ഒരു മന്ദസ്മിതത്തോടുകൂടി സർവ ഐശ്വര്യവും തികഞ്ഞ രണ്ട് സ്ത്രീകൾ, ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഭഗവത്ഗീതയുടെ വരിയാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. ആശുപത്രിക്കകത്താണ് കാണുന്നത്. ഇപ്പൊ രോഗമുള്ളവോ രോഗികളോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. ഇവർക്ക് രണ്ടുപേർക്കും രോഗം ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും പ്രസന്നമായിട്ടുള്ള മുഖഭാവമായിരുന്നു. ആ വേദന പോലും മറന്ന പ്രസന്നവദനത്തോടുകൂടി അവർ വന്നിങ്ങനെ ഒരു വരി പറഞ്ഞപ്പോ വ്യക്തികളിലെ ഏത് മതത്തിലുള്ളവരിലായാലും നല്ലോണം മാറ്റം ഉണ്ടാവും. ഇതുപോലെ മിനിഞ്ഞാന്ന് വേറൊരാളെ കണ്ടു. മേരി എന്ന് പറയുന്ന സ്ത്രീയാണ്. അവർ നമ്മൾ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം ആ ഡോക്ടർ മേരി എന്ന് പറയുന്ന സ്ത്രീ എന്നോട് പറയുകയുണ്ടായി. കയറി വന്നപ്പോൾ തന്നെ പെട്ടെന്ന് അത്ഭുതം തോന്നി, ഞാൻ കണ്ടിട്ടുള്ള മുഖമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇത് കണ്ടത് മുഴുവൻ എന്നോട് പറഞ്ഞത്. സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്, വ്യക്തികളിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. അത് ഗോപാലകൃഷ്ണൻ എന്നൊരു വ്യക്തി ഇത് പറയുന്നത് കൊണ്ടൊന്നുമല്ല. നമ്മുടെ പൂർവികർ എഴുതി വെച്ചിരുന്നത് മൈക്ക് സെറ്റ് പോലെ ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ പൂർവികമായിട്ടുള്ള വസ്തുതകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ പഠിക്കാൻ സാധിച്ച കുറെ സയൻസും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കാനോ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ പറയുന്നത് അവസാനത്തെ വാക്കാണെന്ന് പറയാറുമില്ല. ഇത് ജീവിതത്തിൽ പാലിച്ചില്ലെങ്കിൽ ഞാൻ പ്രഭാഷണത്തിന് വരാറില്ല എന്നും പറയാറില്ല. നിങ്ങൾ എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. യഥാർത്ഥത്തിൽ ഇതാണ് പൂജയും വേദങ്ങളും നമ്മുടെ പുരാണങ്ങളും കുറേയൊക്കെ പഠിക്കാൻ കഴിഞ്ഞ 10-50 വർഷമായിട്ട് ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ അറിയാൻ സാധിച്ചത് എൻ്റെ വീക്ഷണത്തിലൂടെ നിങ്ങൾ പറയുന്നു. വിമർശ്യേതദശേഷേണ യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധിയ വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്കേത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഫലവും പ്രതിഫലവും ഇതുമാതിരിയുള്ള കത്തുകളിലൂടെ, അല്ലെങ്കിൽ ആ പർദ്ദയിട്ട 2 സ്ത്രീകളുടെ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ ഡോക്ടർ മേരിയെ പോലെയുള്ളവരുടെ കമന്റിലൂടെയൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ
അറിയാവുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. എനിക്ക് വേണ്ടി ധാരാളം വേറെ വ്യക്തികളും പ്രാർത്ഥിക്കാറുണ്ട്, നിങ്ങളെപ്പോലെയുള്ളവർ. അതിനെതിരെ പറയുന്നവരുമുണ്ട്, പച്ച തെറി പറയുന്നവരുമുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം, അത് നടക്കട്ടെ. ഏതായാലും ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് തുറന്നു പറയുമ്പോൾ അത് അതിനേക്കാളും കൂടുതൽ ഒരു സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.